നമ്മുടെ ആദിലയും സാബുമാനും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദില അവിടെ റെസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടെ സോഫയിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ അനീഷ് വന്ന് ആദിലയോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ആദില കിടക്കുവാണ്, എന്നാലും അനീഷ് എന്തോ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട വഴി നമ്മുടെ ആദില അനീഷിനോട് വളരെ റൂഡായിട്ടാണ് പെരുമാറുന്നത് കേട്ടോ. എന്തിനാണ് അവളെ വിളിക്കുന്നത്? അവൾ കിടക്കുവല്ലേ? നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വളരെ റൂഡായിട്ടാണ് നമ്മുടെ ആദില സംസാരിക്കുന്നത്. ഇതിന് മുന്നും അനീഷിനോട് വളരെ റൂഡായിട്ടാണ് ആദില സംസാരിക്കുന്നത്. ഈ അടുത്ത എപ്പിസോഡുകളിലെല്ലാം തന്നെ ആദിലയുടെ പെരുമാറ്റം ഇങ്ങനെ തന്നെയാണ്. അനീഷിനെ മണ്ടാന്ന് വിളിക്കുന്നുണ്ട്. അനീഷ് ഒട്ടും തന്നെ ട്രിഗർ ആവാതെ തിരിച്ചു പറയുന്നുണ്ട്, അതിൻ്റെ അർത്ഥം അറിയോ എന്താണെന്ന്? അപ്പോൾ അർത്ഥമാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ഡബിൾ മീനിങ് വെച്ചിട്ടുള്ള വർത്തമാനമാണ് ആദില പറയുന്നത്. എന്തായാലും ക്ഷമ ഒട്ടും കളയാതെ തന്നെ അനീഷ് അവിടെ സംസാരിക്കുന്നുണ്ട്. ആദില എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആണോ? അതിലെ ലൈഫിൽ മണ്ടത്തരമൊന്നും കാണിച്ചിട്ടില്ലേ എന്നൊക്കെ തിരിച്ച് നമ്മുടെ അനീഷ് ആദിലയോട് ചോദിക്കുന്നുണ്ട്. എന്തായാലും മുഖത്തടിച്ച് സംസാരിക്കുന്ന പോലെയാണ് ആദില നമ്മുടെ അനീഷിനോട് സംസാരിക്കുന്നത്. സാബുമാൻ ഇതൊരു അടിയിൽ അവസാനിക്കാതിരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. സാബുമാൻ അനീഷിനോട് പറയുന്നുണ്ട്, ചേട്ടാ അവൾ വളരെ ടയേർഡായിട്ട് കിടക്കുവാണ്, പിന്നെ സംസാരിക്കാമല്ലോ എന്നൊക്കെ. ആദിലയും ഇത് തന്നെയാണ് പറയുന്നത്. അവൾക്കിപ്പോൾ വയ്യ, അവളോടിപ്പോൾ സംസാരിക്കാൻ നിൽക്കണ്ട എന്നാണ് ആദില അനീഷിനോട് പറയുന്നത്. എന്നാൽ അനീഷ് നൂറയെ യാതൊരു വിധത്തിലും ശല്യം ചെയ്യുന്നില്ല. അവിടെ മാന്യമായിട്ടാണ് സംസാരിക്കുന്നത്, ദേഷ്യപ്പെടുന്നില്ല. എന്നിട്ടും ആദിലയ്ക്ക് അനീഷിനോടുള്ള ഒരു ദേഷ്യവും പകയുമെല്ലാം ഈ ഒരു സംസാരത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മുഖത്തടിച്ച പോലെ മണ്ട എന്നൊക്കെ ഒരാളെ വിളിക്കുന്നത് നമ്മുടെ ഹൗസിലും പുറത്തുമെല്ലാം വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു.